അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതൻ മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സ്വലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുബ്ബിദിക്കല്ലത ഖീലതി അതിരിക്കിനി യാ റസൂലല്ലാഹി യാ ഹബീബല്ലാഹ്. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സഹോദരങ്ങളെ, അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. യാത്ര പോകുമ്പോൾ ഒരു മുസ്ലിം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചുള്ള ഒരു വിവരണമാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. യാത്ര തുടങ്ങുമ്പോൾ അഥവാ യാത്ര ഏകദേശം വാഹനത്തിൽ കയറി വാഹനം പുറപ്പെട്ടു കഴിഞ്ഞാൽ ചൊല്ലേണ്ടുന്ന ദുആ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. നമുക്കൊക്കെ അറിയുന്ന ദുആണ്. സൂറത്തു സുഖ്റുഫിൻ്റെ 12-13 ആയത്തുകളാണ് ഈ ഒരു കാര്യത്തിൽ നമുക്ക് ചിന്തിക്കുവാനുള്ളത്. അല്ലാഹു തആല ആ 2 ആയത്തുകളെ പറ്റി പറയുന്നത് തന്നെ വല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ വജഅല ലക്കും മിനൽ ഫുൽക്കി വൽ അൻആമി മാ തർകബൂൻ. അള്ളാഹു ഇണകളെ സൃഷ്ടിച്ചവനാണ്. അതുപോലെ കപ്പലുകളിലും മാടുമാടുകളിലൊക്കെ നിങ്ങൾ യാത്രക്കായിട്ട് ഉപയോഗിക്കുന്നു. ഇപ്പോൾ ഒട്ടകങ്ങൾ പ്രധാനമായിട്ട് മനുഷ്യൻ്റെ വാഹനമാണല്ലോ ഒട്ടകം. ഇതൊക്കെ അല്ലാഹു തആല നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമാണ്. ലിത്തസ്തൗ അലാ ളുഹൂരി സുമ്മ തദ്കുറു നിഅമത റബ്ബിക്കും ഇദസ്തവൈതും അലൈഹി. ആ വാഹനത്തിൻ്റെ മേൽ നിങ്ങൾ നിലകൊണ്ടാൽ, ആ വാഹനം നിങ്ങളെക്കൊണ്ട് യാത്ര തിരിക്കാൻ തുടങ്ങുമ്പോൾ ഒത്തുക്കൂലു നിങ്ങൾ പറയണം സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. അല്ലാഹുവേ, ഈ വാഹനത്തെ ഞങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്ന റബ്ബേ, നിനക്കാണ് എല്ലാ സ്തുതികളും, നീ പരിശുദ്ധനാണ്. ഞങ്ങൾക്കിതൊന്നും കീഴ്പ്പെടുത്താൻ കഴിയുമായിരുന്നില്ല. നീ ഞങ്ങൾക്ക് നിൻ്റെ അത്ഭുതകരമായ ഒരു കഴിവ് കൊണ്ടാണ് ഞങ്ങൾക്കിതൊക്കെ ഇങ്ങനെ ഈ വാഹനം സഞ്ചരിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചത്. ഞങ്ങൾക്ക് ഈ വാഹനത്തിൽ സഞ്ചരിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചത് എന്നാണ് അതിൻ്റെ ഒരു ചെറിയൊരു വിശദീകരണം. അല്ലാഹു തആല ഭൂമി അങ്ങനെ തന്നെ ആക്കിയിട്ടാണ് നമുക്ക് അല്ലാഹു തന്നത് എന്നുള്ളതാണ്. ഭൂമിയെ നമുക്ക് സഞ്ചരിക്കാനും താമസിക്കാനും ഒക്കെ പറ്റുന്ന ഒരു അവസ്ഥയിലാണ് റബ്ബ് സംവിധാനിച്ചിട്ടുള്ളത്. വല്ലദീ ജഅല ലക്കുമുൽ അർള ദലൂലൻ ഫംശൂ ഫീ മനാകിബിഹാ വകുലൂ മിൻ റിസ്ഖിഹി വഇലൈഹി നുശൂർ. തബാറക സൂറത്തിൻ്റെ 15-ാമത്തെ ആയത്തിൽ കാണാം. അല്ലാഹു തആല ഭൂമി അങ്ങനെ കീഴ്പ്പെടുത്തി തന്നിട്ട് നമുക്ക് നമ്മുടെ ഭക്ഷണ കാര്യങ്ങൾ, നമ്മുടെ ജീവിതത്തിൻ്റെ മഈശത്തിൻ്റെ മാർഗങ്ങൾ തേടാനുള്ള അവസരം അല്ലാഹു നമുക്ക് നൽകുകയാണ്. അപ്പോൾ അത് അല്ലാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അങ്കബൂത്തിൻ്റെ 20-ാമത്തെ ആയത്തിൽ അല്ലാഹു ഇങ്ങനെ പറയുന്നുണ്ട്, ഖുൽ സീറു ഫിൽ അർദ് ഫൻദുറു കൈഫ ബദഅൽ ഖൽഖ്. നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിക്കുക, ഭൂമിയുടെ സൃഷ്ടിപ്പിൻ്റെ തുടക്കം എങ്ങനെയാണെന്ന് നിങ്ങൾ നോക്കി മനസ്സിലാക്കുകയും ചെയ്യുക. അപ്പം ഇതൊക്കെ കാണുകയും ഇതൊക്കെ യാത്ര ചെയ്യുകയും ഗവേഷണം ചെയ്യുകയും ചെയ്യാനുള്ള പ്രോത്സാഹനം അല്ലാഹു തആല നമുക്ക് നൽകുന്നുണ്ട്. അതായത് ഇങ്ങനെ യാത്ര പോകുന്ന ആളുകൾക്ക് അല്ലാഹു കൊടുക്കുന്ന ഓഫർ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, സലാസു ദഅവാത്തിൻ മുസ്തജാബാത്തുൽ ലാ ശക്ക ഫീഹിന്ന.
ഉറപ്പായിട്ടും യാതൊരു സംശയവുമില്ല 3 പ്രാർത്ഥന അള്ളാഹു തട്ടിക്കളയുകയില്ല. ഒന്നാമത് ആക്രമിക്കപ്പെട്ടവൻ്റെ പ്രാർത്ഥനയാണ്, രണ്ടാമത് യാത്രക്കാരൻ്റെ പ്രാർത്ഥനയാണ്, 3 മാതാപിതാക്കൾ മക്കൾക്കെതിരെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. അപ്പോൾ അത് രണ്ടാമത് പറഞ്ഞത് യാത്രക്കാരൻ്റെ പ്രാർത്ഥന പോലും തട്ടിക്കളയുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാണ് യാത്ര പോകേണ്ടത്? വ്യാഴാഴ്ച ദിവസമാണ് ഏറ്റവും സുന്നത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളെക്കുറിച്ച് കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഖർജ ഫീ ഗസ്വത്തി തബൂക യൗമൽ ഖമീസ്. വ്യാഴാഴ്ച ദിവസമാണ് തബൂക്ക് യുദ്ധത്തിന് നബി തങ്ങൾ പുറപ്പെട്ടത്. വകാന യുഹിബ്ബു അൻ യഖ്റുജ യൗമൽ ഖമീസ്. വ്യാഴാഴ്ച ദിവസം യാത്ര പുറപ്പെടലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം. ഇത് ബുഖാരി മുസ്ലിം രേഖപ്പെടുത്തുന്ന ഹദീസാണ്. അതുപോലെ പ്രഭാതത്തിൽ പുറപ്പെടുന്ന യാത്ര, അതാണ് ബർക്കത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങൾ പ്രാർത്ഥിച്ചത് ഇങ്ങനെ, അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫി ബുക്കൂരിഹ. റബ്ബേ, എൻ്റെ സമുദായം പ്രഭാതത്തിൽ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും നീ ബർക്കത്ത് ചൊരിയണേ. റസൂലുള്ളാഹി തങ്ങളുടെ ഒരു രീതി, മഹാനായ സഖ്ർ ബിൻ ബിദഅത്ത് എന്ന് പറയുന്ന സഹാബി പറയുന്നുണ്ട്, വകാന ഇദാ ബഅസ സരിയത്തൻ ഔ ജയ്ഷ. റസൂലുള്ളാഹി ഒരു വലിയ ഒരു സൈന്യത്തെയോ സൈന്യവ്യൂഹത്തെയോ നബി തങ്ങൾ അയക്കുകയാണെങ്കിൽ അത് ബഅസഉം മിൻ അവ്വലിൻ നഹാർ, പകലിൻ്റെ ആദ്യത്തിൽ അയക്കും. കാരണം വകാന സഖ്റുൻ താജിറ. സഖ്ർ, ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത സഖ്ർ എന്നവർ കച്ചവടക്കാരനായിരുന്നു. കാന യബ്അസു തിജാറത്തുഹു അവ്വലൻ നഹാർ. അദ്ദേഹത്തിൻ്റെ കച്ചവടത്തെയും റസൂലുള്ളാഹി തങ്ങൾ രാവിലെയാണ് അയച്ചത്. അത് ഫഅസ്റ വകസുറ മാലു. അതിനടയാളം, അതിൻ്റെ ആ ഒരു ഫലം അദ്ദേഹത്തിന് കിട്ടി. അദ്ദേഹം വലിയ സമ്പത്തിൻ്റെ ഉടമയായി, അദ്ദേഹത്തിൻ്റെ സമ്പത്ത് വർദ്ധിച്ചു. അപ്പോൾ രാവിലെ പുറപ്പെട്ടു എന്നുള്ളത് കൊണ്ടും റസൂലുള്ളാഹി തങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് ആ കച്ചവട സംഘം മുന്നോട്ട് പോയി എന്നുള്ളത് കൊണ്ടും അദ്ദേഹം ആ ബർക്കത്തുള്ള ഒരു കച്ചവടമായി അദ്ദേഹത്തിൻ്റേത് മാറി എന്ന് ഹദീസിൽ കാണാം. അബൂദാവൂദും തിർമിദിയും രേഖപ്പെടുത്തുന്ന ഹദീസിൽ ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യൽ റസൂലുള്ളാഹി തങ്ങൾ ഇഷ്ടപ്പെടാത്തതാണ്. റസൂൽ പറഞ്ഞു, ലവന്നന്നാസ യഅലമൂന മിനൽ വഖ്ദതി മാ അലം മാ സാറ റാകിബുൻ ബിലൈലിൻ വഹദ. ഒറ്റയ്ക്ക്, അത് രാത്രിയിൽ ഒരിക്കലും പുറപ്പെടുന്നതിൻ്റെ ഭവിഷ്യത്ത് അറിയുകയാണെങ്കിൽ ഒരാളും അങ്ങനെ സഞ്ചരിക്കുകയില്ല. ഇത് ഇമാം ബുഖാരിയുടെ ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇങ്ങനെയാണ്, അറാക്കിബു ശൈത്താനുൻ വറാക്കിബാനി ശൈത്താനാനി വസലാസത്തു റക്കുബൻ. ഒരു യാത്രക്കാരൻ പിശാചിൻ്റെ കെണിവലയിൽപ്പെടാൻ സാധ്യതയുണ്ട്. 2 യാത്രക്കാരും അങ്ങനെ പിശാചിൻ്റെ കെണിവലയിൽപ്പെടാൻ സാധ്യതയുണ്ട്. 3 ആൾ പോകുന്നതാണ് യഥാർത്ഥ യാത്രാ സംഘം. അബൂദാവൂദ് തിർമിദി രേഖപ്പെടുത്തുന്ന ഹദീസാണ്. അതുപോലെ 3 ആൾ പോവുകയാണെങ്കിലോ അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖറജ സലാസത്തുൻ ഫീ സഫർ. 3 ആൾ ഒരു വഴിയിൽ യാത്ര പോവുകയാണെങ്കിൽ ഫല്യു യുഅമ്മിറു അഹദഹു. അതിലൊരാൾ അമീറാവട്ടെ, ആ കച്ചവട സംഘത്തിൻ്റെ നേതാവട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ഇത് അബൂദാവൂദ് രേഖപ്പെടുത്തുന്ന ഹദീസാണ്. എന്തായാലും യാത്ര, നല്ലൊരു യാത്രാ സംഘത്തെ റസൂലുള്ളാഹി പറഞ്ഞത് ഖൈറു സഹാബത്തി അർബഅ. നല്ലൊരു യാത്ര, ഒരു കൂട്ടുകെട്ട് എന്ന് പറയുന്നത് 4ആണ്. വഖൈറു സറായ അർബഅമിയ. ഒരു സൈനിക വ്യൂഹം എന്ന് പറയുന്നത് 400ആണ്. വഖൈറുൽ ജുയൂഷ് അർബഅതു അലാഫ്. ഒരു സൈന്യം എന്ന് പറയുന്നത് 4000ആണ്. വലയുഗ്ലബ 12,000 മിൻ ഖില്ലത്തിൻ. ഒരിക്കലും ആളുകൾ കുറഞ്ഞതിൻ്റെ പേരിൽ 12,000 ആളുകളെ ഒരിക്കലും ഒരാൾക്കും കീഴ്പ്പെടുത്താൻ സാധിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പോൾ യാത്ര പോകുന്ന ചില കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ നാം പങ്കുവച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ബാക്കി മറ്റൊരു വീഡിയോ വൈകാതെ വരും. നിങ്ങളൊക്കെ ഇത് കേൾക്കണം, ഫോളോ ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളെ ദുആയിൽ ഉൾപ്പെടുത്തണം. സല്ലല്ലാഹു അലൈഹി മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.